വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഒരേക്കർ വിസ്തൃതിയിലുള്ള ഏനാംകുളം പുല്ലും ചണ്ടിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായ നിലയിൽ. ഫണ്ടുകൾ വകയിരുത്തുന്നുണ്ടെങ്കിലും കുളത്തിന് മോചനമില്ല. കുളത്തിന്റെ നവീകരണത്തിന് 2 ഘട്ടങ്ങളിലായി അരക്കോടിയോളം രൂപ ചെലവഴിച്ചെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നത് കുളത്തെ നാശത്തിന്റെ വക്കിലെത്തിച്ചു. കടുത്ത വേനലിൽ അയൽപ്രദേശങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനുമായി ഏനാംകുളത്തെ ആശ്രയിച്ചിരുന്നത്. 2017 ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ ചെലവിട്ട് കുളത്തിന്റെ പാർശ്വങ്ങൾ കരിങ്കൽ ഭിത്തി കെട്ടി ബലപ്പെടുത്തുകയും കുളം ആഴം കൂട്ടി നവീകരിക്കുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത വർഷം ഉണ്ടായ പ്രളയത്തിൽ വീണ്ടും ചണ്ടിയും കുളവാഴയും നിറഞ്ഞു കുളം ഉപയോഗശൂന്യമായി. പിന്നീട് ജില്ലാ ഭരണകൂടം നവീകരണത്തിന് പ്രത്യേകം പദ്ധതി രൂപീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെയും യുവജന സംഘടനകളെയും ഉപയോഗപ്പെടുത്തി കുളം വൃത്തിയാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല. ജില്ലാ പഞ്ചായത്ത് വീണ്ടും 25 ലക്ഷം രൂപ ചെലവിട്ട് ഏനാംകുളം നവീകരണം നടത്തി. ചണ്ടിയും പായലും കുളത്തിലേക്ക് ചാഞ്ഞിരുന്ന പാഴ്മരങ്ങളും നീക്കി. വശങ്ങളിൽ ടൈൽ പാകി മനോഹരമായ നടപ്പാതയും കൈവരിയും നിർമ്മിച്ചു. തകർന്ന കുളക്കടവ് പുനർനിർമ്മാണം നടത്തി. കുളക്കരയിൽ വ്യായാമത്തിനെത്തുന്നവർക്ക് വിശ്രമത്തിനുള്ള സൗകര്യവും ഒരുക്കി കുളം നാടിന് സമർപ്പിച്ചു. എന്നാൽ ഇപ്പോൾ കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം പുൽക്കാടുകൾ നിറഞ്ഞ സ്ഥിതിയാണ്. സമയാസമയങ്ങളിൽ പഞ്ചായത്ത് ശുചീകരണം നടത്താത്തതുമൂലമാണ് കുളം നശിക്കുന്നതെന്നാണ് പരാതി. ഇപ്പോൾ വീണ്ടും ജില്ലാ പഞ്ചായത്ത് ഏനാംകുളം നവീകരണത്തിന് 17 ലക്ഷം അനുവദിച്ചിരിക്കുകയാണ്. കുളം വൃത്തിയാക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പിന്നീട് കുളത്തിലേക്ക് ചണ്ടിയോ കുളവാഴയോ എത്താത്ത രീതിയിൽ വേണം പ്രവർത്തനങ്ങൾ നടത്താനെന്ന് നാട്ടുകാർ പറഞ്ഞു.